الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോട് പിന്നീട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം നാം ഏവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. ആ രോഗികളായ ആളുകൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിക്ക് മനസ്സിന് ആനന്ദവും കുളിർമയും നൽകുന്ന ആരാധനയാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് നിസ്കാരം, എന്തിനാണ് നിസ്കാരം എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് നിസ്കാരം? ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇനിയുള്ള ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും മുക്തരായി വൃത്തിയുള്ള വസ്ത്രത്തിൽ വൃത്തിയുള്ള ശരീരത്തോടുകൂടി ശുദ്ധ മനസ്സോടുകൂടി റബ്ബിന്റെ മുമ്പിലാണ് വന്നു നിൽക്കുന്നത്. നാം തിരിയുന്നത് കഅബയിലേക്കാണ്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും നമസ്കാരത്തിൽ തിരിയുന്നത് പരിശുദ്ധ ആ ഭവനത്തിലേക്കാണ്. പക്ഷേ നമസ്കരിക്കുന്ന ആൾ നേരെയല്ല നോക്കേണ്ടത്. ആ മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കണ്ണടച്ചല്ല നിസ്കരിക്കേണ്ടത്. കണ്ണ് തുറന്ന് സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് ദൃഷ്ടി. തിരിയൽ കഅബയിലേക്കാണ്. സത്യത്തിൽ അത് ലോകത്തിലെ ഒരു അത്ഭുതമാണ്. ലോകത്ത് ഈ സമുദായത്തിനല്ലാതെ മറ്റാർക്കും ആ മഹാഭാഗ്യം ലഭിച്ചിട്ടില്ല. ലോകത്ത് നമസ്കരിക്കുന്ന കഅബക്ക് കിഴക്കുള്ളവരും പടിഞ്ഞാറുള്ളവരും തെക്കും വടക്കുമുള്ളവരും
ആ കോടാനുകോടി മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഒരു രംഗം നിങ്ങളെ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ എല്ലാവരും ഒരു ബിന്ദുവിലാണ്, കഅബയിലാണ് അവരുടെ തിരിച്ചിൽ അവസാനിക്കുന്നത്. ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ളവർക്കറിയാം, ആ മത്താഫിൽ നമസ്കരിക്കുന്നവരും ചുറ്റുമുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നവരും അതേ രീതിയിലാണ് ലോകം. എല്ലാ വശത്തുനിന്നും കഅബയിലേക്ക് തിരിയാണ്. മത്താഫിൽ ചുറ്റുമുള്ള പള്ളിയിൽ ഇതുപോലെ ലോകം മുഴുവൻ കഅബയിലേക്ക്. ഒരു സമുദായത്തിനും ഈ രീതിയിൽ ഒരു ആരാധനയില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയം എവിടെയാണ്? അവിടെ ഇടത് കൈയിന്മേൽ വലത് കൈ വെച്ചുകൊണ്ടാണ് നമസ്കാരത്തിന് നിൽക്കുന്നത്. ഹൃദയം എവിടെയാണോ? ഒരു ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം ഹൃദയമാണ്. അള്ളാഹു നിങ്ങളുടെ രൂപഭാവത്തിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിന്റെ മേൽ ഇടത് കൈ വെച്ച് വലത് കൈ അതിന്റെ മുകളിൽ വെച്ച് ഖിബലയിലേക്ക് തിരിഞ്ഞു അല്ലാഹു അക്ബർ. ഈ തക്ബീറിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ എന്തൊക്കെ ചെല്ലും എന്ന് വിശദീകരിക്കാനല്ല, ആ നമസ്കാരത്തിന്റെ പൊതുവായൊരു രൂപം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോ തക്ബീറത്തുൽ ഇഹ്റാം എന്ന പേര് വന്നത് എന്താണ്? ആ തക്ബീറോടുകൂടി അതിന് തൊട്ടു മുൻപുള്ള അവസ്ഥയിൽ നിന്ന് വിശ്വാസി മാറിക്കഴിഞ്ഞു. അവൻ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു, അവൻ മുമ്പ് സംസാരിച്ചിരുന്നു, അവൻ മുമ്പ് ഭക്ഷണം കഴിച്ചിരുന്നു, അവൻ മുമ്പ് ചിരിച്ചിരുന്നു. ഇല്ല, എല്ലാം ഹറാമായി. ഈ തക്ബീറോടുകൂടി നമസ്കാരത്തിലെ ചലനങ്ങളല്ലാത്ത മുഴുവൻ ചലനങ്ങളിൽ നിന്നും അവൻ മോചിതനായി മാറിപ്പോയി. അവന് വേണ്ടിയാണ് അതുവരെ തിരിഞ്ഞത്. അവൻ അങ്ങോട്ട് വിളിച്ചപ്പോ അങ്ങോട്ട് തിരിഞ്ഞു, ഇവിടെ ശബ്ദം കേട്ടപ്പോ അങ്ങോട്ട് നോക്കി, ചിരിച്ച ആളോട് ചിരിച്ചു, വർത്താനം ചോദിച്ച ആളോട് വർത്താനം പറഞ്ഞു, കയ്യിൽ കിട്ടിയ വസ്തു തിന്നു കുടിച്ചു. ഇതെല്ലാം മാറ്റിവെച്ച് ആളങ്ങോട്ട് മാറി. അല്ലാഹു അക്ബർ. ഭയങ്കരമായ ഒരു പറച്ചിലാണ്. ആ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അതോടുകൂടി അവന്റെ കൂടെയുള്ളവർ അല്ലാഹു അല്ലാത്ത എല്ലാം ചെറുതായി കഴിഞ്ഞു. വലുതായത് അല്ലാഹ് മാത്രം. അവന് എന്ത് ഭയപ്പെടാനാണുള്ളത്? എന്റെ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ പിന്നിൽ നിന്നുള്ള ഒന്നും അവൻ ഭയപ്പെടുന്നില്ല, മുന്നിൽ നിന്ന് വരുന്ന ഒന്നും അവൻ ഭയപ്പെടുന്നില്ല, മുകളിൽ നിന്ന് വരുന്ന ഒന്നിനെയും താഴെ നിന്ന് വരുന്ന ഒന്നിനെയും അവൻ ഭയപ്പെടുന്നില്ല. കാരണം എല്ലാറ്റിലും വലുത് അല്ലാഹുവാണ്. ആ യാചിക്കുന്ന നിസ്കരിക്കുന്ന അടിമ നിസ്സാരനാണ്, കൂടെയുള്ളവരും നിസ്സാരന്മാരാണ്. ഈ ആകാശഭൂമികളുള്ളതെല്ലാം അല്ലാഹുവിനെ അപേക്ഷിച്ച് നിസ്സാരമാണ്. ആ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു ബോധത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹു വലുത് പിന്നൊന്നുമില്ലല്ലോ. കാരണം അല്ലാഹുവാണ് സത്യമായിട്ടുള്ളത്. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം ബാത്തിലാണ്, ഹക്കായിട്ടുള്ളത് അല്ലാഹ് മാത്രമാണ്. നിശ്ചയമായും അല്ലാഹുവാണ് ഉന്നതനായിട്ടുള്ളവനും ഏറ്റവും വലിയവനും അല്ലാഹു തന്നെ.
അപ്പോൾ എനിക്ക് സഹായം തോടിക്കാവുന്ന മുസ്തആൻ അല്ലാഹു മാത്രമാണ് എന്ന രീതിയിലേക്ക് അവൻ വരുന്നു. ഇനി നമസ്കാരത്തിലെ ശാരീരികമായ അടക്കവും അനക്കവും നാലവസ്ഥയാണുള്ളത്. ഒന്ന്, നമസ്കാരം ആരംഭിച്ച ഘട്ടം ഖിയാം. ഖിയാം നമസ്കാരത്തിനും പകരം വാക്ക് ഖിയാം. ഖിയാമുൽ ലൈലി, ഖിയാമുർ റമളാൻ, റമളാനിലെ നിസ്കാരം, രാത്രിയിലെ നിസ്കാരം. ഖിയാം ആദ്യത്തെ ഘട്ടം ഖിയാമാണ്, നിൽക്കലാണ്. പിന്നീട് റുകൂആണ്, പിന്നീട് സുജൂദാണ്, പിന്നീട് ഇരുത്തമാണ്. ഈ നാലും ഒരക്ഷരം വായിൽ നിന്ന് വരുന്നില്ലെങ്കിലും നാലും പ്രാർത്ഥനയാണ്. ആ നിൽപ്പ് അത് പ്രാർത്ഥനയാണ്. കുമ്പിട്ട് നിൽക്കൽ അത് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. സുജൂദ് അത് പ്രാർത്ഥനയാണ്. അവസാനം നമസ്കാരം അവസാനിപ്പിക്കുമ്പോൾ ഇരുത്തമാണ്, അതും പ്രാർത്ഥനയാണ്. അപ്പോ ഖിയാം എന്ന വാക്ക് തന്നെ നമസ്കാരത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇനി നമസ്കാരത്തിന് പകരം ഉപയോഗിക്കുന്നത് എന്താ? റുകൂഉം സുജൂദും. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ. അല്ലാഹ് പറയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ റുകൂഉ ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക. വഅബ്ദൂ റബ്ബക്കും, ആ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വഫ്അലുൽ ഖൈറ, പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞ പോലെ നിസ്കരിച്ചാൽ നമ്മൾ വിജയിക്കും. എന്താ പറയുന്നത്? റുകൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, എന്നിട്ട് ഇബാദത്ത് ചെയ്യുക, എന്നിട്ട് ഖൈർ ചെയ്യുക. ഈ നാലും നമസ്കാരത്തിൽ സംഗമിക്കുന്നു. നമസ്കാരമില്ലാത്ത മറ്റൊരു ഖൈർ ചെയ്യാൻ പറ്റില്ല. നമസ്കാരമില്ലാത്ത ആൾക്ക് മറ്റൊരു ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. ഈ കൊച്ചു സൂറത്ത് ഹജ്ജിലെ 77-ാമത്തെ ആയത്താണിത്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം, എന്നിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഖൈറും ചെയ്യണം. ഈ റുക്കൂഉം സുജൂദും ചെയ്യാൻ പറഞ്ഞാൽ നമസ്കരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിസ്കാരമല്ലാത്ത ഒരു ഇബാദത്ത് നിസ്കരിക്കാത്തവന് മറ്റൊരു ഇബാദത്തില്ല എന്ന പോലെ നമസ്കരിക്കാത്തവന് മറ്റൊരു ഖൈർ നേടാൻ പറ്റാത്ത പോലെ നാലും സംഗമിച്ച ഇബാദത്താണ് ഈ നമസ്കാരം. ഇനി മറിയം ബീവിയോട് അല്ലാഹ് കൽപ്പിക്കുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. വൈദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം, മലക്കുകൾ മറിയമിനോട് പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ ഇസ്തഫാകി, നിശ്ചയമായും അല്ലാഹു മറിയമേ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, വതഹറകി, നിന്നെ പരിശുദ്ധയാക്കിയിരിക്കുന്നു, അലാ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠവതിയായി പരിശുദ്ധയായി അല്ലാഹു നിന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മലായികത്തുകൾ മറിയമിനോട് സന്തോഷ വാർത്ത അറിയിക്കാം. സൂറത്ത് ആലി ഇംറാനിലെ 42-ാമത്തെ വചനം, തൊട്ടടുത്ത വചനം, യാ മറിയം, അല്ലയോ മറിയമേ, വഖ്നുതി ലിറബ്ബിക്, നിന്റെ റബ്ബിന് നീ വിനയപ്പെടുക, വസ്ജുദി, നീ റബ്ബിന് സുജൂദ് ചെയ്യുക, വർകഈ മഅർ റാകിഈൻ, അല്ലാഹു റുകൂ ചെയ്യുന്നവരോടൊപ്പം നീയും റുകൂ ചെയ്യുക. മറിയമിനോട്, യുവതിയായ മറിയമിനോട് അല്ലാഹു പറയാണ്, നീ ഒറ്റക്കല്ല നിസ്കരിക്കേണ്ടത്, റുകൂ ചെയ്യുന്നവരോടൊപ്പം നീ റുകൂ ചെയ്യണം. ആ റുകൂ
നിൽക്കുന്നവൻ നേരെ നിൽക്കണം. ദൃഷ്ടി സുജൂദ് ചെയ്യുന്നിടത്തേക്ക് വരാവുന്ന മുഖത്തെ ചരിക്കണം. കണ്ണു മാത്രം കൊണ്ട് പോവില്ല, മുഖം അതിനനുസരിച്ചൊന്ന് ചരിച്ചിട്ടായിരിക്കാല. നേരെ നിൽക്കുന്ന ആളുടെ കണ്ണ് ഇങ്ങോട്ടല്ല പോവാ, കണ്ണു മാത്രമായിട്ട് ഇങ്ങോട്ട് വരില്ല. അപ്പൊ ഒരല്പം മുഖം, ആള് ശരിയല്ല, മുഖം ചെരിഞ്ഞ് സുജൂദിന്റെ ഭാഗത്തേക്ക്. റുക്കൂ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള തെറ്റുകൾ കാണുന്നു. ഇതിനിടയ്ക്ക് ഞാൻ സഫിനെ പറ്റി പറഞ്ഞില്ല. സഫ് എപ്പോഴും കൃത്യമായിരിക്കണം. മുന്നിലെ സഫിലാണ് പുണ്യം കൂടുതൽ. ഖൈറു സുഫൂഫിൻ റിജാലി അവ്വലുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുരുഷന്മാരുടെ സഫ് ഏറ്റവും പുണ്യകരമായത് ഏറ്റവും മുന്നിലുള്ള സഫാണ്. ആദ്യം വരികയും പിന്നിൽ പോയിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ശാരീരികമായ വല്ല പ്രയാസം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർ മുന്നിൽ തന്നെ. ആ പുണ്യം രണ്ടാം സഫിനേക്കാൾ പുണ്യമാണ് ഒന്നാം സഫ്, മൂന്നാം സഫിനേക്കാൾ പുണ്യമാണ് രണ്ട് എന്ന രീതിയിൽ അത് പരിഗണിക്കാം. നേരത്തെ എത്തിയിട്ടും പിന്നിൽ പോയി നമസ്കരിക്കേണ്ടി വരുന്ന, ശാരീരിക പ്രയാസം കൊണ്ട് ചാരിയിരിക്കേണ്ടവരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പലരും അങ്ങനെ ചെയ്തു. പക്ഷെ അതിന്റെ പുണ്യം സ്ത്രീകളുടെ സഫിൽ, സ്ത്രീകൾ സഫ് കെട്ടേണ്ടത് പിന്നിൽ നിന്നാണ്. പിന്നീന്ന് പിന്നെ മുന്നിൽ, അതിന്റെ മുന്നിൽ ഏറ്റവും വന്ന് മുന്നിലല്ല, ഏറ്റവും പിന്നിലാണ്. ഏറ്റവും ഉത്തമമായ സഫ് സ്ത്രീകളുടെ സഫ് പിന്നിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്യുമ്പോ കൃത്യമായി കുനിയണം, നേരെ കുനിയണം, മുട്ടുമടക്കാതെ കുനിയണം. പലർക്കും ഫുൾ കുനിയാൻ പറ്റുന്നില്ല എന്നതൊന്നും പ്രായാധിക്യം കൊണ്ടോ രോഗാവസ്ഥ കൊണ്ടോ സംഭവിക്കാം. അവർക്ക് ഇളവുണ്ട്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായ റുക്കൂ എങ്ങനെ എന്നതാണ്. അതായത് മുതുക്, പുറം, ശിരസിന്റെ പിൻഭാഗം കൃത്യ ഉയരത്തിലായിരിക്കണം. ഒരു റുക്കൂ ചെയ്ത് നിൽക്കുന്ന ആളെ കണ്ടാൽ മുതുകും പുറവും ശിരസിന്റെ പിൻഭാഗമല്ലേ മോളി വരിക. ഒരു പലക നേരെ വെക്കാൻ പറ്റും. പല കാരണന്മാര് പണ്ട് പഠിപ്പിച്ചിരുന്നത് വെള്ളമൊഴിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല, കൃത്യമായി രണ്ട് കൈപ്പത്തികൾ മുട്ടിലാണ്. ഇത് ശരിക്ക് കുനിയാത്ത അവസ്ഥ മാത്രമല്ല, ശിരസ് അങ്ങേറ്റം താഴ്ത്തുന്ന സുജൂദും കാണുന്നു. അതും പാടില്ല. ചിലവരങ്ങോട്ട് കുനിഞ്ഞിട്ടേ ഇനിയിപ്പോ നിലത്തേക്ക് ഒരു ഇത്തിരി ദൂരമുള്ളൂ, തല മാത്രം. അങ്ങനെ റുക്കൂ പറ്റില്ല. നേരായിരിക്കണം. മുതുക്, പുറം, ശിരസിന്റെ മുകൾ പിൻഭാഗം അത് കൃത്യമായി ഒരേ ഉയരത്തിൽ. അതാണ് നേർക്ക് നേരെയുള്ള, മുട്ടുമടക്കാതെയുള്ള ആ റുക്കൂ. അതാ ഈ മുഅ്മിനീങ്ങൾ റുകൂഉം സുജൂദും ചെയ്യുന്നവരാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ റുകൂഉം സുജൂദും ചെയ്യുന്നവരാണെന്ന് തൗറാത്തിൽ പറഞ്ഞിരിക്കുന്നു. ആലോചിക്കുക നിങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു നൽകിയ കിതാബായ തൗറാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും മുഹമ്മദ് നബിയുടെ അനുയായികൾ അവരുടെ വർണ്ണന പറയുന്നത് തൗറാത്തിലെ മൂസാ നബിക്ക് നൽകിയ തൗറാത്തിൽ പറയുന്നത് അവരെ നിങ്ങൾക്ക് റുക്കൂഉം സുജൂദും ചെയ്യുന്നവരായി കാണാം, എന്നുവെച്ചാൽ നമസ്കരിക്കുന്നവരായി കാണാം. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ പ്രീതിയുമാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളവും കാണാം. നെറ്റിത്തടത്തിലെ തഴമ്പല്ല സഹോദരങ്ങളെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. സുജൂദ് ഇത് നെറ്റത്ത് അടയാളം അല്ല, അത് ശാരീരികമായ ഓരോരുത്തരുടെ പ്രത്യേകത അനുസരിച്ച് കൂടുതൽ തഴമ്പുള്ളവരും തീരെ തഴമ്പില്ലാത്തവരൊക്കെ ഉണ്ടാവും.
രണ്ടും മൂന്നും താഴ്മ്പുള്ളവരുണ്ടാവും, ഒരു താഴ്മ്പും ഇല്ലാത്തവരുണ്ടാവും. മുഖത്തെ പ്രസന്നതയെ കുറിച്ചാണ് പറഞ്ഞത്. സുജൂദ് ചെയ്യുമ്പോ അവന്റെ മുഴുവൻ അംഗങ്ങളും നിലത്താണ്. ആ നിലത്താണ് രണ്ട് കൈപ്പത്തി, ആ വിരലുകൾ കിബിലയിലേക്ക് നേരെ ആയിരിക്കണട്ടാ സുജൂദ് ചെയ്യുമ്പോ. ഇങ്ങനല്ല, ഇങ്ങനല്ല. ഭയങ്കര തെറ്റുകൾ ആൾക്കാർക്ക് പറ്റുന്നത്. ഇങ്ങനെ കൈവച്ചിട്ട് വിരലുകൾ, കാലിന്റെ വിരലുകൾ കിബിലയിലേക്കാണ്, കൈപ്പത്തിയുടെ ആ വിരലുകളും കിബിലയിലേക്കായിരിക്കണം. നെറ്റിയും മൂക്കും നിലത്ത് മുട്ടണം. ചില കുട്ടികൾ നെറ്റി മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ മൂക്ക് തട്ടുന്നില്ല. മൂക്കും നെറ്റിയും നിലത്ത് മുട്ടിയിരിക്കണം. രണ്ട് കൈപ്പത്തികൾ, കാൽമുട്ടുകൾ, രണ്ട് കാലിന്റെയും വിരലുകളുടെ പള്ളഭാഗം, ഇതാണ് സ്വാഭാവികമായ സുജൂദ്. അപ്പൊ സുജൂദിൽ എന്താ സംഭവിക്കുന്നത്? ശിരസ് എവിടെയാ? ഭൗതികമായ വിശദീകരണങ്ങൾ കുറെ സുജൂദിന് നൽകപ്പെട്ടിട്ടുണ്ട്. മുഖത്തേക്ക്, ശിരസിലേക്ക് കൃത്യമായ രക്തചംക്രമണം നടക്കും സുജൂദിൽ. മുഖം പ്രസന്നമായി തീരും. സീമാവും ഫീ വുജൂഹിം മിൻ അസരി സുജൂദ്. തൗറാത്തിലാണ് പറഞ്ഞത്. ദാലിക മസ്ലഹും ഫി തൗറാത്ത്. തൗറാത്തിൽ പ്രിയപ്പെട്ടവരെ, ഈസാ നബിക്ക് തൗറാത്തും ലഭിച്ചു, ഇഞ്ചീലും ലഭിച്ചു. നമുക്കറിയാം മൂസാ നബിക്കാണ് തൗറാത്ത് ഇറക്കിയത്. അല്ലാഹ് ഈസാ നബിയെ പറ്റി ഈസാ നബിക്ക് നാം വേദഗ്രന്ഥം പഠിപ്പിച്ചു, ആ വഹിയിലൂടെ ലഭിക്കുന്ന വിജ്ഞാനം പഠിപ്പിച്ചു. ഈസാ നബിക്ക് തൗറാത്തും പഠിപ്പിച്ചു, ഇഞ്ചീലും പഠിപ്പിച്ചു. അപ്പൊ കണ്ടു ഈസാ നബി അന്തം വിട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ഗുണമാണ് തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞിട്ടുള്ളത്. റബ്ബിനോട് തേടി മുഫസ്സിറുകൾ പറയുന്നു, ഈസാ നബി, അല്ലാഹുവേ, ആ മുഹമ്മദ് നബിയുടെ പിൻഗാമികളിൽ, പിൻപറ്റുന്നവരിൽ അല്ലാഹു ജഅലനി മിൻഹും, എന്നെ കൂടി അവരിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹു സ്വീകരിച്ചു പ്രാർത്ഥന. അതുകൊണ്ട് ഈസാ നബി മാത്രം മരിച്ചിട്ടില്ല, മുമ്പ് കഴിഞ്ഞു പോയവര്. ഈസാ നബി അലൈഹിസ്സലാം മാത്രം മരിച്ചിട്ടില്ല. മൂസാ നബി മരിച്ചുപോയി, ഇബ്രാഹിം നബി മരിച്ചുപോയി, നൂഹ് നബി ഒക്കെ മരിച്ചുപോയി. ഈസാ നബി അല്ലാഹു ഉയർത്തി നിർത്തി. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇനി ഭൂമിയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയായി ജീവിക്കാൻ, മുഹമ്മദ് നബിയുടെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ, അദ്ദേഹത്തെ ദൈവമായി ആരാധിച്ചവരുടെ മുമ്പിൽ, ഈസാ നബിയെ പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ, കർത്താവ് യേശുവാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബിയുടെ അനുയായിയായി ജീവിച്ചു കാണിക്കും ഈസാ നബി അലൈഹിസ്സലാം. ഇതിലെ വിവരണം കേട്ടിട്ടാ നമുക്കൊന്നും തോന്നിയില്ല റുക്കൂ സുജൂദ് ചെയ്യുന്നവരാണെന്ന്. നമ്മളെ കുറിച്ച് പറഞ്ഞത് നമ്മളെ കുറിച്ച് കൂടിയല്ലേ? അത് കേട്ടിട്ടല്ലേ ഈസാ നബിക്ക് അനുയായിയായി മാറണമെന്ന് തോന്നിയത്? നമ്മുടെ ഉമ്മത്ത് ഇനിയും എത്ര വണ്ണം മാറാനുണ്ട് എന്നതിലേക്കുള്ള തെളിവായിട്ടാണ് പ്രിയ സഹോദരങ്ങളെ ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈസാ നബി വരുമ്പോ ദമസ്കിന്റെ കിഴക്ക് വെള്ളമിരാരത്തിന്റെ ചുവട്ടിൽ രണ്ട് മലക്കുകളുടെ ചിറകിലേറി ഈസാ നബി അലൈഹിസ്സലാം വരും. പള്ളിയിൽ വരുമ്പോൾ സുബഹി നമസ്കാരത്തിന്, അസറാണെന്ന് റിപ്പോർട്ടുണ്ട്, ബലപ്പെട്ട റിപ്പോർട്ട് സുബഹിയാണ്, ഇഖാമത്ത് കൊടുക്കുന്നു. അപ്പൊ ഈസാ നബി കയറി വരുമ്പോ ഇമാമ് കാണുന്നു. ഈസാ നബിയെ കണ്ടപ്പോ ഇമാമ് പിന്മാറുന്നു. അദ്ദേഹത്തോട് ഇമാമ് പറയാം. ഈസാ നബി സമ്മതിക്കുന്നില്ല.
ആ ഇഖാമത്ത് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്. ഞാൻ നിങ്ങളെ പിന്തുടരുന്ന ആളാണ്. പിന്നിലാ നിൽക്കണത്. പ്രാർത്ഥിച്ചത് അങ്ങനെയാ, അനുയായി ആവാനാ പ്രാർത്ഥിച്ചത്. നോക്കണം നിങ്ങൾ, അത്രയും ഗൗരവമായ മുൻ വേദങ്ങളിൽ മുസ്ലിങ്ങളുടെ മുദ്രയായി അവർ നമസ്കരിക്കുന്നവരായിരിക്കും, അവർ റുക്കൂ ചെയ്യുന്നവരായിരിക്കും, അവർ സുജൂദ് ചെയ്യുന്നവരായിരിക്കും എന്ന വിശേഷണം. എന്തൊക്കെ ചുറ്റിട്ടെന്താ ഇതില്ലാണ്ട്? അള്ളാഹിനെ ഉറക്ക വിളിച്ചിട്ടെന്താ? മുദ്രാവാക്യം ഉറക്ക വിളിച്ചിട്ടെന്താ? ചങ്ക് പൊട്ടുന്ന നിസ്കരിക്കാത്തവര് വിളിച്ചിട്ടെന്താ? റോട്ടി നടന്നിട്ട് ആണും പെണ്ണും. അള്ളോട് തേട്, നിസ്കരിച്ചിട്ട് തേട്. ലോകത്ത് വിഷമിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് തേടൂ അള്ളോട്. നിസ്കാരം പോലും ഉപേക്ഷിച്ച് പെണ്ണുങ്ങളും പ്രകടനമായി റോട്ടില്. അങ്ങനൊരു രീതി ഇസ്ലാമിലില്ല, റസൂലുള്ള പഠിപ്പിച്ച ദീനിലില്ലട്ടോ. സ്ത്രീകൾക്ക് അങ്ങനെ റോട്ടിൽ പ്രകടനവും മുദ്രാവാക്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, സുജൂദിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഒരടിമ, റസൂലുള്ളാഹി പറയാം, ഒരടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം ഏറ്റവും സുജൂദാണ്. ആരുടെ മുമ്പിലും കുനിക്കാൻ ആഗ്രഹിക്കാത്ത അവന്റെ ശിരസ് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കാം. ഇനി താഴോട്ട് പോയില്ല. അവൻ നിൽക്കുന്ന പ്രതലത്തിലാ സുജൂദ്. നിൽക്കുന്ന പ്രതലത്തിലാണ് സുജൂദ്. കുഴിച്ചിട്ട് സുജൂദ് ചെയ്യണ്ട. ഭൂമി കുഴിച്ചിട്ട് അങ്ങോട്ട് താത്തണ്ട. അവൻ നിൽക്കുന്ന പ്രതലം എവിടെയാണ്? മുസല്ലയിൽ, മുസല്ല ഭൂമിയിലെന്ന ഭൂമിയിൽ അവിടെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന അള്ളാഹ് പറഞ്ഞു, നീ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുക, വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ നീ ഉൾപ്പെടുക. ആ സുജൂദ്, പുരുഷന്മാരുടെ സുജൂദിൽ ശ്രദ്ധിക്കേണ്ടത്, കൈപ്പത്തി വെക്കേണ്ടത് മുഖത്തിനോട് അടുത്താണെങ്കിലും അവന്റെ കൈ വികസിച്ചിരിക്കണം. കക്ഷത്തു നിന്നും പുരുഷന്മാരുടെ കൈ സുജൂദ് ചെയ്യുമ്പോൾ വികസിക്കുകയും സ്ത്രീകൾ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ടുമാണ്. രണ്ടുപേരുടെയും കൈപ്പത്തി ഒരേപോലെ, മുഖത്തിനോട് ചേർന്ന് വലത്തും ഇടത്തുമായി രണ്ട് കൈപ്പത്തി, വിരലുകൾ കിബിലയിലേക്കായിരിക്കണം. നിൽക്കുമ്പോ കാല് രണ്ടും കിബിലയിലേക്കായിരിക്കണം. കാലിന്റെ വിരലുകൾ ഇങ്ങനെ കരുതുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പലരും ഇങ്ങനെ ഈ കാലിന്റെ പത്തും കടി പറ്റൂല. നേരെ വിരലുകൾ കിബിലയിലേക്ക് നിൽക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ കാര്യങ്ങളാണ്. റസൂൽ പറഞ്ഞു, ചിലര് നമസ്കരിച്ചാൽ 10 കിട്ടും കൂലിയെ, ചിലർക്ക് 10 കിട്ടും. അങ്ങനെ 10 വരെ പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന അശ്രദ്ധ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കയറി നിൽക്കരിക്കുന്നു പറഞ്ഞു. നല്ല ബോധത്തിൽ, നല്ല ശ്രദ്ധയിൽ, നല്ല രീതിയിൽ ഓടി വന്ന് നിസ്കരിക്കരുതെന്ന് പറഞ്ഞത്. ഈ തക്ബീറത്തുൽ ഇഹ്റാം അതിനെ ശരിക്കും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ കഴിയണം. നമുക്കൊരു ഫീലിംഗുമില്ലല്ലോ. നമ്മ അല്ലാഹുവിനെ കൈകെട്ടിയിട്ടുണ്ട്. അപ്പൊ തോളിലേക്ക് ഉയർത്തണ്ട കൈ കെട്ടുമ്പോ, ഹൃദയം. ചില സഹോദരങ്ങൾ ഹൃദയം ഇടത്ത് ഭാഗത്താണെന്ന് കരുതി ഇങ്ങനെ കൈകെട്ടുന്നവരുണ്ട്. തെറ്റ്. ഹൃദയം ഇടന്ന് വിചാരിച്ചിട്ടാ, ഹൃദയം മധ്യത്തിലാണ്.
ഹൃദയം മധ്യത്തിലാണ്, നെഞ്ചുകുഴി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ നേരെ പിന്നിലാണ് ഹൃദയം. ഇടത്തോട്ട് ചെരിഞ്ഞത് കൊണ്ടാണ് ഇടത്ത് ഭാഗം എന്നൊരു ധാരണ വന്നത്. നിൽക്കുന്നത് സെൻട്രിലാണ് ഹൃദയം. ഹൃദയത്തെ സാക്ഷി നമ്മ തന്നെ പറയാറില്ലേ, നെഞ്ചത്ത് കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമെന്നൊക്കെ വർത്താനം പറയാം. ആ ഹൃദയത്തെ സാക്ഷി നിർത്തി ഹൃദയ സാന്നിധ്യത്തോടുകൂടി വെറുമൊരു ഏർപ്പാടല്ലത്, അത്രയും ഫളിലുള്ള, അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്തായി അതിനെ മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. അപ്പോ ആ ശിരസ് റബ്ബ് ആരുടെ മുന്നിൽ കുനിക്കാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ശിരസ് കുനിക്കാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. കുനിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കൂലേ. റബ്ബിന്റെ മുമ്പിൽ, ഏറ്റവും വലിയവനായ റബ്ബിന്റെ മുമ്പിൽ ശിരസ് വെക്കുന്ന, അതിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യം, അതിലൂടെയാണ് വിജയം, അതിലൂടെയാണ് ശക്തി, അതിലൂടെയാണ് ആർജവം മോമിൻ നേടിയെടുക്കുന്നത്. അല്ലാഹു ഖുർആനിലൂടെ, പ്രവാചകൻ ഹദീസിലൂടെ പഠിപ്പിച്ച എല്ലാ ഗുണങ്ങളുമുള്ള വിധത്തിൽ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നമസ്കാരത്തിന്റെ പരിപൂർണ പുണ്യം ലഭിക്കുന്ന വിധത്തിൽ, റബ്ബ് സ്വീകരിക്കുന്ന വിധത്തിൽ നമസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ പള്ളിയായി ബന്ധപ്പെട്ടവർ തന്നെ രോഗികളായിട്ട് കഴിയുന്നുണ്ട്. അല്ലാഹു അവർക്കെല്ലാം, മറ്റു രോഗികൾക്കെല്ലാം പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة